Hi guys, this is day one of my daily workout series. അപ്പോൾ ഇന്ന് മോർണിംഗ് സെക്ഷനകത്ത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഏകദേശം ഒരു 5 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ ചെറിയൊരു ബനാന കഴിച്ചു, അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെള്ളം കുടിച്ചു, പിന്നെ ഷൂസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ വർക്കൗട്ടിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി. ഗ്രൗണ്ടിലാണ് വർക്കൗട്ട് ചെയ്യൽ. ഏകദേശം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 2-3 മിനിറ്റ് നടന്ന ഗ്രൗണ്ട് എത്തും, അത്രേ ഉള്ളൂ, അടുത്താണ്. അപ്പോൾ ഇതാണ് ഗൈസ് ഗ്രൗണ്ട് ഏകദേശം ഒരു റൗണ്ട് 200 മീറ്റേഴ്സ് ആണ്. ഇവിടെയാണ് ഞാൻ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യല്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വേഗം തന്നെ എന്ത് ചെയ്യാം, വാമപ്പിലോട്ട് കിടക്കാം. ഓക്കെ, ഇതൊക്കെയാണ് ഞാൻ വാമപ്പിന് വേണ്ടി ചെയ്യുന്ന എക്സസൈസുകൾ. ഈ ഒരു എക്സസൈസുകളൊക്കെയാണ് ഞാൻ വാമപ്പിന് വേണ്ടി ചെയ്യല്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വാമാവും. പിന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് അത് കഴിഞ്ഞിട്ട് എക്സസൈസുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് റണ്ണിങ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഗ്രൗണ്ട് ഒരു 2-3 റൗണ്ട് ഓടുകയും കൂടി ചെയ്യും ഗ്രൗണ്ടിൽ ഈ എക്സസൈസുകൾ കഴിഞ്ഞിട്ട്. എന്നിട്ട് അതിന് ശേഷം മാത്രമാണ് ഞാൻ നോർമൽ റൺ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, വാമപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഓടാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് വീഡിയോ എടുത്തു തരാൻ ആരുമില്ല. അപ്പോൾ പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഫോൺ കൈ പിടിച്ചിട്ട് എടുത്ത വീഡിയോസാണ് അതൊക്കെ. പിന്നെ റണ്ണിങ് സെഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഡ്രിൽസ് ചെയ്തു. ഇത് ഞാൻ ആഴ്ചയിൽ ഒരു 3 ഡേയ്സ് ചെയ്യും, വീക്കിലി ഒരു 3 ഡേയ്സ് ചെയ്യുന്ന ഡ്രിൽസാണ് ഇതൊക്കെ. അപ്പോൾ ഏകദേശം ഒരു 4 എക്സസൈസുകളുണ്ട്, അത് ഞാൻ ഇങ്ങനെ ചെയ്തു. ആക്ച്വലി ഡ്രിൽസ് ചെയ്യണത് അതാ കണ്ടോ, അവിടെ ഒരു ഗോൾ പോസ്റ്റ് കണ്ടോ, ആ ഒരു അവിടെയാണ് ചെയ്യൽ. കാരണം ഇപ്പോൾ എന്താ ഇവിടെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വീക്ക് തൊട്ട്, അതായത് ഈ മൺഡേ തൊട്ട് ഇവിടെ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്, ഫുട്ബോൾ ക്യാമ്പ്. അപ്പോൾ എനിക്ക് അവിടെ പോയി ചെയ്യാൻ പറ്റില്ല, അവിടെ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെയാണ് ഡ്രിൽസും കാര്യങ്ങളൊക്കെ ചെയ്യണത്. ചെറിയ ഇതിൽ സ്പേസിൽ ചെയ്തു, അല്ലെങ്കിൽ ഒരു 50 മീറ്റേഴ്സ് ഒന്നിലും ചെയ്യണതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇന്ന് ചെയ്തത്. പിന്നെ ഡ്രിൽസ് കഴിഞ്ഞ് നമ്മൾ എപ്പോഴത്തെയും പോലെ തന്നെ സ്ട്രെച്ചിങ് റൂട്ടീൻ, വാമപ്പും അതേപോലെ തന്നെ സ്ട്രെച്ചിങ്ങും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 2 ഘടകങ്ങളാണ്. അത് ഒരു കാരണവശാലും നമ്മൾ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ സ്ട്രെച്ചിങ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സ്ട്രെച്ചിങ് എന്തായാലും ചെയ്യണം. അതുപോലെ തന്നെ വാമപ്പും 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. പിന്നെ സ്ട്രെച്ചിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് വന്ന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം വർക്കിന് കയറി. ഞാൻ ഈ വെയിറ്റ് ഒക്കെ എടുത്തിട്ട് എങ്ങടാ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറസിൻ്റെ മുകളിലേക്കാണ്, കാരണം അവിടെയാണ് വർക്കൗട്ട് ചെയ്യൽ. അപ്പോൾ ഇന്ന് ഈവനിങ് സെക്ഷനകത്ത് നമുക്ക് ലെഗ് ഡേ ആണ്. ഇപ്പോഴും വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് വർക്കൗട്ട് ചെയ്യൽ. അപ്പോൾ ഈവനിങ് സെക്ഷനകത്തുള്ള വർക്കൗട്ടിലോട്ട് കിടക്കാം. ആദ്യം തന്നെ വാമപ്പാണ്. ഞാൻ വാമപ്പിന് ഇതൊക്കെയാണ് വാമപ്പിന് ചെയ്യാറ്. അതിൻ്റെ ഒപ്പം തന്നെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2 to 3 മിനിറ്റ്സ് റൺ ചെയ്യും. ഇതാണ് എൻ്റെ വാമപ്പ്. അത്യാവശ്യം ഒന്ന് വാമതിന് ശേഷം ഫ്രീ വെയിറ്റ് ഒന്നും ഇല്ലാണ്ട് സ്കോട്ട് ചെയ്യണതാണ്. ഒരു 10 സ്കോട്ട്, 2 സെറ്റിൽ 10 സ്കോട്ട് ചെയ്യും. ഓക്കെ, അതിന് ശേഷം മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, വെയിറ്റ് എടുക്കുള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ റൊട്ടീന്. പിന്നെ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന എക്സസൈസ് RL. ഈ എക്സസൈസ് നല്ല ഇതിൽ തന്നെ ചെയ്യും, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസാണ്. നമ്മുടെ ഹാംസ്ട്രിങ് ഒക്കെ നല്ല രീതിക്ക് ടൈറ്റ് ആവും. എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എഫക്റ്റ് ഉണ്ട് ഈ ഒരു എക്സസൈസിന്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു എക്സസൈസും കൂടിയാണിത്. ഓക്കെ, പിന്നെ അടുത്ത എക്സസൈസ് നമ്മൾ ചെയ്തത് ബൾഗേറിയൻ സ്ക്വാട്ടാണ്. ഇതൊരു 1.5 എക്സസൈസാണ്. 1.5 എക്സസൈസ് എന്ന് പറയാൻ കാരണം നല്ല രീതിക്ക് നമ്മുടെ ഗ്ലൂട്ട്സും അതുപോലെ തന്നെ നമ്മുടെ തൈസും മസിൽസും നല്ല രീതിക്ക് ആക്ടിവേറ്റ് ആവും. അടിപൊളി സാധനമാണ്, നല്ല എഫക്റ്റീവാണ്. നിങ്ങൾ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്ത് നോക്കുന്നതൊക്കെ നല്ലതായിരിക്കും. ഓക്കെ, ഇത് നല്ല രീതിക്ക് ഞാനൊരു 14 റെപ്സിൻ്റെ റെപ്പിറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാധനം നല്ലൊരു എഫക്റ്റീവാണ്. എനിക്കും ഈ ഒരു എക്സസൈസും എൻ്റെ ഫേവറേറ്റ് എക്സസൈസിൻ്റെ ലിസ്റ്റിലുള്ള എക്സസൈസ്. പിന്നെ അടുത്ത സാധനം ചെയ്തത് നമ്മുടെ സ്കോട്ട്. ഇത് ഞാൻ ഗ്ലൂട്ട്സിന് ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്യണത്, അതുകൊണ്ടാണ് ഇത്ര ഞാൻ കാല് വൈഡാക്കി വെച്ചിരിക്കുന്നത്. സംഭവം ഇതൊരു 1.5 എക്സസൈസ് അല്ലേ നമ്മുടെ സ്കോട്ട് എന്ന് പറയുന്ന സാധനം. സ്കോട്ട് വേറെ ലെവൽ സാധനമാണ്. എന്തൊക്കെയാണെങ്കിലും സ്കോട്ടിൻ്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും. അത് 1.5 എഫക്റ്റാണ് ഈ സാധനം. നല്ല രീതിക്ക് ടയേർഡാവും, അതുപോലെ തന്നെ നല്ല രീതിക്ക് കാല് നല്ല രീതിക്ക് കുഴയും. അടിപൊളി എക്സസൈസാണ്. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് എക്സസൈസാണ് സ്കോട്ട്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണെങ്കിലും സ്കോട്ട് എല്ലാവരും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു എക്സസൈസാണ്. അടിപൊളി എക്സസൈസാണ്. ഇത് ചെയ്യാനറിയാത്തവർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
പിന്നെ നമ്മൾ കാഫ് റൈസ് ആണ് ചെയ്തത്. കാഫ് റൈസ് എന്ന് പറയുന്ന സാധനം അത്യാവശ്യം നല്ലൊരു എക്സസൈസ് ആണ് നമ്മുടെ കാഫിന്. ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ ഒരു ഫീൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ചെയ്ത് കഴിഞ്ഞിട്ട് ആ കാഫിൽ ഒരു 10 റെപ്പറ്റേഷൻ കഴിയുന്ന സമയത്ത് നമ്മുടെ കാഫ് ഒരു കത്തും. ആ ഒരു കത്തൽ നല്ല രസമാണ് അല്ലേ. ഇതാണ് ഞാൻ ചെയ്യുന്ന ലാസ്റ്റ് എക്സസൈസ്. ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 25 കിലോ എൻ്റെ മടിയിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു പൊസിഷനിനകത്ത് ഞാൻ ഒരു 40 സെക്കൻഡ് ഹോൾഡ് ചെയ്തു. എൻ്റെ അമ്മ നല്ല ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ കൈയും കാലൊക്കെ വിറയ്ക്കണത് നിങ്ങൾക്ക് കാണാം. പക്ഷേ ഇതൊരു 1.5 സാധനമാണ്. നമ്മുടെ ലെഗ് ഫുള്ള് സ്ട്രെങ്ത് ആവാനുള്ള അടിപൊളി എക്സസൈസ് ആണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. നമ്മുടെ ലെഗ് ഫുള്ള് നല്ല രീതിക്ക് സ്ട്രെങ്ത് ആവണതാണ് ഈ ഒരു എക്സസൈസിലൂടെ. പിന്നെ എക്സസൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രെച്ചിങ് റൊട്ടീനാണ് ചെയ്തത്. സ്ട്രെച്ചിങ് റൊട്ടീൻ ഇതൊക്കെയാണ് ഞാൻ എപ്പോഴും ചെയ്യുന്ന സ്ട്രെച്ചിങ് റൊട്ടീൻ. ഈ സ്ട്രെച്ചിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വാമപ്പും സ്ട്രെച്ചിങ്ങും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ഒരു കാരണം വെച്ചാൽ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സ്ട്രെച്ചിങ്ങിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ടൈറ്റ് ആയിട്ടുള്ള മസിൽസിന് ജസ്റ്റ് ഒന്ന് വലിച്ചു വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ റിക്കവറി ഒക്കെ ഭയങ്കര ഫാസ്റ്റാണ്. നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള പെയിനും കാര്യങ്ങളൊക്കെ ഒഴിവാകാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വർക്കൗട്ട്. പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വയ്ക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുകയും കൂടി ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ എനിക്ക് ഇനിയും വീഡിയോസ് ചെയ്യാനുള്ള ഒരു എനർജി കിട്ടത്തുള്ളൂ. എനിക്ക് അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ there is no shortcuts, no excuses. Stay disciplined, don't lose focus. Okay, see you tomorrow. Bye.